മജീദാണ്. പണി കഴിയാണ്ട് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇതാട്ടോ എൻ്റെ വീട്. അല്ലാതെ ഞാൻ ഒരു സ്റ്റുഡിയോൻ്റെ റൂമിലിരുന്നാണ് പറയുന്നതല്ല. പിന്നെ നമ്മളെ ബോച്ചെ സാർ ഇപ്പോൾ ജയിലിലാണ്. ഇപ്പോൾ 14 ദിവസത്തിന് റിമാൻഡിലാണ്. അപ്പോൾ എൻ്റെ ഒരു ധാരണയത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ചിലപ്പോൾ ജനങ്ങളെ വെച്ചാൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയ കാരണം ചിലപ്പോൾ ബോച്ചെ സാറിനെ ഈ ട്രാപ്പിൽ കുടുക്കിയാണ്ട് ജയിലിടാൻ കാരണം. ഒന്ന് സിനിമാ നടൻ സിദ്ദീഖ്, പിന്നെ മുകേഷ്. ഇവർ പെൺ കേസിൽ ഇവർ കോടതിയിൽ വിചാരണ നേരിട്ട് കൊണ്ട് ഇരിക്കുന്ന 2 വ്യക്തികളാണ്. ഇവരിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയാണ്ട് ഇവർ പുറത്താണ്. അപ്പോൾ അവരുടെ ആ പ്രശ്നം ജനങ്ങളെ മനസ്സിൽ നിന്ന് മാഞ്ഞ് പോകാനുള്ള ഒരു കാരണക്കാരം ചിലപ്പോൾ ഈ ബോച്ചൻ്റെ അറസ്റ്റ്. 2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോച്ചെ ടീ പറഞ്ഞാൽ ചായപ്പൊടി ഉണ്ട്. എന്ന് വെച്ചാൽ 100 ഗ്രാം ചായപ്പൊടിക്ക് 40 റുപ്യാണ്. കാരണം നല്ല ചായപ്പൊടിയാണ്, നല്ല സൂപ്പർ ചായപ്പൊടിയാണ്. ഞാനത് വെച്ചാൽ 3 ദിവസം കൂടുമ്പോൾ ഞാനത് മേടിക്കലുണ്ട്. അതിന്മേൽ പ്രൈസും ഉണ്ടാകലുണ്ട്. എനിക്ക് ഇതുവരെ പ്രൈസ് കിട്ടിയില്ല, പക്ഷേ കുറേ ആൾക്കാർക്ക് അതിന്മേൽ പ്രൈസ് കിട്ടിയിരിക്കണേ. അപ്പോൾ ഈ കേരള സർക്കാരിൻ്റെ ലോട്ടറിക്ക് 40 റുപ്യാണ്. കേരള സർക്കാരിൻ്റെ ലോട്ടറി മേടിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 1000 ആൾക്കാർ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്കൊക്കെ ഉള്ളൂ പ്രൈസ് ഉണ്ടാകുക. അപ്പോൾ 999 ആക്കും അതിന് പ്രൈസ് ഉണ്ടാവില്ല. അപ്പോൾ ആ 40 റുപ്യ അങ്ങനെയാണ് പോവുകയാണ്. അപ്പോൾ ഈ ബോച്ചെ ടീ മേടിച്ച് കഴിഞ്ഞാൽ ഇനി അതുവേ പ്രൈസ് ഇല്ലെങ്കിലും അതിന്മേൽ ചായപ്പൊടിയിലും കിട്ടും. മനസ്സിലായില്ലേ? കാരണം സാധാ ഒരു 100 ഗ്രാമിൻ്റെ ചായപ്പൊടി മേടിക്കുകയെന്ന് വെച്ചാൽ 30 റുപ്യ കൊടുക്കണം. ഇത് അതിലാറ് ഒരു 10 റുപ്യ കൂടി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ ലോട്ടറി വെച്ചാൽ ഇപ്പോൾ അങ്ങനെ എല്ലാ ആൾക്കാരും ഇപ്പോൾ എടുക്കൽ കമ്മിയാണ്. അപ്പോൾ ഈ ബോച്ചേട്ടി ആൾക്കാർ മേടിക്കലുണ്ട്, ചായപ്പൊടി മേടിക്കലുണ്ട്. ചിലപ്പോൾ അതൊക്കെ കാരണം ഞാൻ എൻ്റെ ഒരു ധാരണ പറഞ്ഞാണ്. ഇനി അത് നേരാണോ അത് തെറ്റാണോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ധാരണ പറഞ്ഞതാണ്. കാരണം ഈ ബോച്ചെ സാറ് ഈ ചെറിയൊരു ജോഗ്, ചെറിയൊരു തമാശ ഒരു 4 മാസം മുന്നേ പറഞ്ഞതിനാണ് ഇതേമാതിരി ഒരു ഭീകരവാദിനെ അറസ്റ്റ് ചെയ്ത മാതിരിയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് അദ്ദേഹം അതിന് മാപ്പും പറഞ്ഞതാണ്. കാരണം ഒരു സ്ത്രീ ഒരു ലേഡീസിനെയും കുറ്റം പറയാൻ പറ്റൂല. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യണില്ല. ഈ ബോച്ചെ സാർ അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിലും അത് തെറ്റാണ്. പക്ഷേ ബോച്ചെ സാർ അതിനൊരു മാപ്പും പറഞ്ഞതാണ്. ഇതൊക്കെ വെച്ചാൽ നാലാളെ ഇടയിൽ പറഞ്ഞുകാണ്ട് അതിനൊരു പരിഹാരം ചെയ്തുകാണ്ട് അത് അങ്ങനെ സോൾവ് ആക്കാന്നല്ലാതെ ഇതിനൊക്കെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകാണ്ട് ജയിലിൽ ഇടുക എന്ന് പറഞ്ഞത് മഹാമോശമാണ്. കാരണം അദ്ദേഹം പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തെ സ്വഭാവം പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളെ ഇടയ്ക്ക് ഇറങ്ങിയാണ്ട് ഒരു എൻജോയ്മെൻ്റാണ് മൂപ്പരെ സ്വഭാവം, ഒരു എൻജോയ്മെൻറ്റ് സ്വഭാവം. എന്നുവെച്ചാൽ പാവപ്പെട്ട ജനങ്ങളെ മനസ്സ് അറിയണം കരുതിയിട്ടാണ് അയാൾ പാവപ്പെട്ട ജനങ്ങളെ ഇടയിൽ കൂടി ഇറങ്ങി നടക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതം എന്നുവെച്ചാൽ ജയിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ നിങ്ങൾ ദൈവത്തിനോടും പടച്ചവനോടും അള്ളാഹുവിനോടൊക്കെ പ്രാർത്ഥിക്കുള്ളൂ. കാരണം എനിക്ക് എല്ലാവരും മാറി വർത്താനം പറഞ്ഞാണ്ട് ക്ലിയറാക്കി പറഞ്ഞു തരാനൊരു കഴിവെനിക്കില്ല. എനിക്ക് എന്നെക്കൊണ്ട് വയ്ക്കണ മാതിരിയാണ് ഞാൻ നിങ്ങളോട് ഈ വിഷയമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പടച്ചവനോട് ദൈവത്തിനോട് അള്ളാഹുവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുള്ളൂ. കാരണം അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി. ഓക്കെ.